മദ്യപാനവും ചൂതാട്ടവും അധികരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ന് കുടുംബത്തിന്റെ പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകളിലൂടെ അല്ലാഹനെ ആരാധിക്കേണ്ടുന്നതിന് പകരം അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഈ തലമുറ വഴിതെറ്റി പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന്റെ അബദ്ധസഞ്ചാരം അറിയുമോ നിങ്ങൾക്ക്? അങ്ങ് പാതിരാത്രികളിലൂടെ ഉത്സവപ്പറമ്പിന്റെ അകത്തളങ്ങളിലൂടെ ഗാനമേളക്കാരന്റെ അവസാനത്തെ പാട്ട് കേട്ടുകൊണ്ട് ഒടുമുണ്ടിരുന്ന് തലയിൽ കെട്ടി നൃത്തം വെക്കുന്ന കള്ളിനും മദ്യത്തിനും പെണ്ണിനും അടിമപ്പെട്ടു പോയ സമുദായമേ, വഴിതെറ്റിപ്പോകല്ലേ, മദ്യപാനത്തിലേക്ക് നീങ്ങല്ലേ, ചൂതാട്ടത്തിലേക്ക് നീങ്ങല്ലേ. ഉമ്മത്തിന്റെ പരാജയങ്ങളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, അങ്ങനെ വശുരിബത്തിൽ ഖുമൂർ, മദ്യപാനം അധികരിക്കുന്ന കാലഘട്ടമാ. മാത്രമല്ല അറിയോ നിങ്ങൾക്കോ, ജനങ്ങൾ നടക്കുന്ന പൊതുയാത്രാ സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങ് വ്യഭിചാരത്തിന് വേണ്ടി വിരിപ്പ് വിരിക്കപ്പെടുന്ന സാഹചര്യോ എന്റെ ഉമ്മത്തിലൂടെ കടന്നു വരുമെന്ന് പറയുമ്പോ സൂക്ഷിച്ചേ പറ്റോ. അല്ലാഹുവിന്റെ അടുക്കല് ഗൗരവമേറിയ ശിക്ഷയുള്ള കാര്യങ്ങളാ, ഗൗരവത്തോടുകൂടെ പരിഗണിക്കണേ. മാത്രമല്ല ഇതാ ഒരൊറ്റ പോയിന്റ് കൂടെ പറയട്ടെ നിങ്ങളോട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനകറ്റുന്ന സാഹചര്യം വന്നു പോയാൽ ഭാര്യയുടെ വാക്ക് കേൾക്കാ, ഉമ്മാനകറ്റ. അതിനാ വാപ്പാനെ അകറ്റി നിർത്താ, കൂട്ടുകാരെ അടുപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, വലിയൊരു ദുരന്തം. അല്ലാഹുവിന്റെ റസൂല് പറയാ, എന്റെ പൊന്നുമോനെ, സൗകര്യങ്ങൾ നിനക്ക് കൂടിയപ്പോ, നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും കടന്നു വന്നപ്പോ എന്റെ ഉമ്മാനെ നിനക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനെ അകറ്റുന്നൊരു സാഹചര്യം എന്റെ ഉമ്മത്തിന്റെ മേല് കടന്നു വന്ന ഇത് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, ഒരു കാലം നിന്റെ മുമ്പിലൂടെ മറന്നു പോയില്ലടാ, ഒരു കാലം നിന്റെ മുമ്പിലൂടെ കടന്നു പോയില്ലേ. നിന്റെ മാതാവ് ഭക്ഷണം കഴിക്കുമ്പോ, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മാടെ മടിത്തട്ടിൽ നീ കാഷ്ടിച്ചു പോയാലും ഇടം കൈ കൊണ്ടത് തട്ടി മാറ്റുമ്പോ, വലത് കൈ ഭക്ഷണം കഴിക്കാൻ മടിയില്ലാതെ പോറ്റുമ്പോ, എത്ര നിന്റെ ഉമ്മാനെ നിനക്ക് വേണ്ടാന്ന് പറയാൻ കഴിഞ്ഞാലോ നീ 3 ത്വലാഖ് ചൊല്ലിയാ, നിന്റെ ഭാര്യ നിനക്ക് അന്യസ്ത്രീയാണെങ്കിൽ 3 ലക്ഷം ത്വലാഖാ നിന്റെ ഉമ്മാടെ മുഖത്ത് നോക്കി നീ ചൊല്ലിയാലോ ആ രക്തബന്ധം മുറിക്കാൻ പറ്റില്ല, ആ പൊക്കിൽ കൊടിയുടെ ബന്ധം മുറിക്കാൻ കഴിയില്ല. ഏത് പുരോഗമനത്തിന്റെ പാതയിലൂടെ കടന്നു പോയിട്ടോ, ഏത് മോഡേൺ സർജറി ചെയ്തു പോയാലും പൊന്നുമോനെ, ആ പൊക്കിൽ കൊടിയുടെ അടയാളം നിനക്ക് മായ്ക്കാൻ കഴിയില്ല. നിന്റെ മാതാവിന്റെ ബന്ധത്തിനുള്ള മുദ്രയാ. ഒരു കാലം നിന്റെ മുമ്പിലൂടെ മറന്നു പോയില്ലയോ? ഒരു ഉമ്മാൻ ഒരു മിനിറ്റ് കാണാതിരുന്നാൽ ഉമ്മ എന്ന് വിളിച്ച് കരഞ്ഞിരുന്ന കാലഘട്ടം നീ മറന്നു പോയില്ലടാ പൊന്നുമോന്. ഒന്ന് കാല് തട്ടി വീഴുമ്പോ ഉമ്മാനെ വിളിച്ചിരുന്ന കാലഘട്ടോ, വിവാഹത്തിന്റെ സൽക്കാരത്തിലോ ഒരു 5 മിനിറ്റ് ഉമ്മാനെ കാണാതിരിക്കുമ്പോ ഉമ്മ എന്ന് ഏങ്ങി കരയുന്ന കാലഘട്ടോ പൊന്നുമോനെ നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയില്ലേ? പകല് മുഴുവനും നീ അടുക്കളയിലൂടെ പണിയെടുക്കുമ്പോ, നിനക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുമ്പോ, രാത്രി ഒന്ന് ജോലി കഴിഞ്ഞ് വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോ, വാവിട്ട് നീ നിലവിളിക്കുമ്പോ, അമ്മിഞ്ഞ പാലിന്റെ മധുരം നിന്നിലേക്ക് തന്നുകൊണ്ട് ഉറക്കമടിച്ചുകൊണ്ട് നിന്നെ തലോടി ഉയർത്തിയ ആ ഉമ്മാനെ നീ മറന്നു പോയില്ലടാ. പകല് മുഴുവനും സൂര്യന്റെ താപത്തിന്റെ കേട് പൊരിവെയിലിൽ ഇതാ നിനക്ക് വേണ്ടി പണിയെടുക്കുന്ന വാപ്പാ, രാത്രി ഒന്ന് വിശ്രമിക്കാൻ വരുമ്പോ നീ നിലവിളിച്ച് കരയുമ്പോ, നിന്നെ തോളത്തിട്ടുകൊണ്ട് മുറ്റത്തെ ചന്ദ്രന്റെ നിലാവലകൾക്ക് താഴോ നിന്നെ താരാട്ട് പാടിയ, നിന്നെ കൊണ്ട് നടന്ന വാപ്പാനെ നിനക്ക് വേണ്ടാന്ന് തോന്നിയ എന്റെ പൊന്നുമോന്, ഗ്രാമങ്ങളിലൂടെ പട്ടണങ്ങള് കൂണുപോലെ മുളച്ചു പൊങ്ങിയ വൃദ്ധസദനങ്ങളിലൂടെ കഴിയുന്നവർ മക്കളില്ലാത്തവരല്ല, മക്കളുണ്ടായിട്ട് പരിഗണിക്കാത്തവരാണെങ്കിൽ ഒരിറ്റ് കണ്ണുനീരുണ്ടല്ലോ, ഒരിറ്റ് കണ്ണുനീരുണ്ടല്ലോ. ആസിഡുകളുടെ രാജാവെന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിനെക്കാളും പവറോടുകൂടെ അത് ഭൂമിയിലേക്ക് വീണുപോയ അല്ലാഹുവിന്റെ കോടതിയിൽ
പൊന്നുമോനെ, നിന്നെ അലിയിച്ച് കളയും. അത് പൂർണ്ണമായി അലിയിച്ച് കളയുന്നതാ. എല്ലാം നിനക്ക് നഷ്ടപ്പെടുന്നതാ. നിന്റെ വാപ്പാനെ തള്ളല്ലേ, നിന്റെ ഉമ്മാനെ തള്ളല്ലേ. അവരോട് ചേർന്ന് പറയുന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകല്ലേ. അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ ഒരു നോട്ടം പോലും ആ മാതാപിതാക്കൾക്ക് നേരെ അരുതേ. അല്ലാഹുവിന്റെ മതം നമ്മളോട് പഠിപ്പിക്കാം.